ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ്. നല്ലൊരു മസാല കറിയാണ് കേട്ടോ. നമ്മുടെ നേന്ത്രക്കായ ഉപയോഗിച്ചുള്ള മസാല കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നേന്ത്രക്കായ മസാലക്കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു പച്ചക്ക അല്ലെങ്കിൽ ഒരു നേന്ത്രക്കായ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നേന്ത്രക്കായ കറുത്തുവും. അതിലേക്കായിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവി ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാലകളൊക്കെ വേണം. അത് നമ്മുടെ വീട്ടിലുള്ള മസാലകളൊക്കെ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നേന്ത്രക്കായ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. പിന്നെ നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ നേന്ത്രക്കായ കുക്ക് ചെയ്യാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5-6 ഇതിൽ കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത്, പിന്നെ നേന്ത്രക്കായ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതിനെ ഒന്ന് കുക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഈ നേന്ത്രക്കായ ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്ക് സവോള ചേർക്കാം. ഇപ്പോൾ തന്നെ സവോള ചേർത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ഹാഫ് കുക്കായി വരട്ടെ, ഇല്ലെങ്കിൽ സവോള വഴറ്റി ചേർക്കാം കേട്ടോ. അപ്പോൾ സവോള വഴറ്റി ചേർക്കുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് വഴറ്റാതെ തന്നെ ഇതിലേക്ക് ചേർത്ത് വേവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വഴറ്റി ചേർക്കണം എന്നുണ്ടെങ്കിൽ എണ്ണയിലൊന്ന് വഴറ്റി ചേർക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. ഇനി നമുക്ക് തേങ്ങ വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കാതെ വറുക്കണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാതെ വറുക്കാം. ഈ തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാനുണ്ട്. ഒരു 4-5 ഗ്രാമ്പു, ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കുരുമുളക്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. തേങ്ങയുടെ കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കളറ് മാറി വന്നിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കളറ് മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തേങ്ങ നന്നായിട്ട് കളർ മാറി വരുമ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി വേഗം തേങ്ങയുടെ കളർ മാറി വരും കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ തേങ്ങയുടെ കളർ മാറി വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ പെരിഞ്ജീരകം മുഴുവനും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറിയിൽ ലാസ്റ്റ് പെരിഞ്ജീരകം പൊടി ചേർത്താലും മതി. പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ പെരിഞ്ജീരകം ചേർത്തിട്ട് തന്നെ കറി ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഞാൻ ഈ തേങ്ങയുടെ കളർ നന്നായിട്ട് മാറി കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. അധികം മല്ലിപ്പൊടി വേണ്ട കേട്ടോ. നമ്മൾ ഒരു പച്ചക്കയല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഇടുമ്പോൾ കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ ചെറിയൊരളവിലേ പൊടി വീഴുന്നുള്ളൂ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരളവിൽ മാത്രമേ എരിവുണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഈ പൊടികൾ രണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ കുക്കായി കിട്ടും. മഞ്ഞൾപ്പൊടി നമ്മൾ നമ്മുടെ നേന്ത്രക്കായയിൽ ചേർത്തതുകൊണ്ട് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് നമുക്കിനി ഒരു പൊടിയും കൂടി ചേർക്കാനുണ്ട്. അത് ഇതിലേക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കറി റെഡി ആകുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഈ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഈ ഒരു തേങ്ങയുടെ ചൂട് കംപ്ലീറ്റ് മാറി കഴിയുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയുടെ ചൂട് കംപ്ലീറ്റ് മാറി വരട്ടെ. നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ നേന്ത്രക്കായുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഹാഫ് കുക്കേ ആയിട്ടുള്ള, മുഴുവൻ കുക്കായിട്ടില്ല. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്തിട്ട്
ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ അരപ്പൊക്കെ റെഡിയായി വരുന്ന സമയത്ത് സവോളയും നേന്ത്രക്കായും എല്ലാം കുക്കായി വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ സവോള ചേർക്കുന്നതിന് പകരം ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 10-15 ചെറിയ ഉള്ളിയും കൂടി മുഴുവനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി നന്നാക്കി എടുക്കാനുള്ള മടി എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉള്ളിയുടെ കാര്യം പറയാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉള്ളി ചേർത്തിട്ട് തന്നെ കറി ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഇനി ഇതെല്ലാം ചേർന്ന് കുക്കായി വരട്ടെ. നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ നേന്ത്രക്കായും സവോളയും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നമ്മുടെ അരപ്പും അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളത്തോടു കൂടി അരപ്പ് ചേർക്കണ്ട, കുറച്ച് വെള്ളത്തോടു കൂടി ചേർത്തെടുക്കാം. ഇനിയിപ്പോൾ അരപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അരപ്പിലേക്ക്. ഞാൻ ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടല്ല ചെയ്യുന്നത്, കുറച്ച് കുറുകിയിരിക്കുന്ന ഗ്രേവിയോടുകൂടിയാണ് ചെയ്യുന്നത്. ഈ ഒരു കറി കുറച്ച് കുറുകിയിരിക്കുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഈ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആ അരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നമ്മുടെ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ ഒന്ന് തിളച്ച് വരട്ടെ. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി വറവിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറി അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഈ ചട്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വറവ് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. ഇനി നമ്മുടെ കറി ചൂടോടുകൂടി ഉപയോഗിക്കരുത്, ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ഉപയോഗിക്കുക. അപ്പോഴാണ് നമ്മുടെ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നേന്ത്രക്കായ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചൂട് കംപ്ലീറ്റ് മാറി കഴിയുമ്പോൾ ആ മസാലയുടെ ടേസ്റ്റൊക്കെ നന്നായി കറിയിലേക്ക് പിടിച്ചിട്ട് ആ കഷ്ണങ്ങളിലേക്കൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോരുത്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് എഴുതിയേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.